നടി സുചിത്രയ്ക്കെതിരെ സംവിധായകൻ ആദിത്യൻ്റെ ഭാര്യ നിരത്തുന്ന ചില തെളിവുകളുണ്ട്. ചില കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോൾ പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നു. സുചിത്രയും ആദിത്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന ആരാധകർ വാദിക്കുമ്പോഴും ഞാൻ കള്ളം പറയുന്നതല്ല എന്നും എൻ്റെ ഭർത്താവിനെ പറ്റിയും എൻ്റെ ദാമ്പത്യത്തെപ്പറ്റിയും എനിക്ക് കള്ളം പറയേണ്ട കാര്യം ഇല്ല എന്നുമാണ് ഇപ്പോൾ തെളിവുകൾ സഹിതമായി രോണു പറയുന്നത്. പലരും ഇപ്പോൾ രണ്ട് ഭാഗമായി തിരിഞ്ഞു കഴിഞ്ഞു. അതിലൊരു പക്ഷം രോണുവിൻ്റെ സൈഡാണെങ്കിൽ മറുവശം ഇപ്പോൾ സുചിത്രയുടെ വശത്തുണ്ട്. സുചിത്ര ബിഗ് ബോസിലൂടെ കൂടുതൽ ആരാധകരെ പിടിച്ചു പറ്റിയൊരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ എണ്ണം നമുക്കറിയില്ല. വളരെയേറെ നാളുകളായി തന്നെ അധികം സജീവമല്ലാതെ നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുചിത്ര. അതുകൊണ്ട് തന്നെ ആരാധകരുടെ കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ആദിത്യൻ്റെ മരണസമയത്ത് പോലും സുചിത്ര എത്തിയിട്ടില്ലായിരുന്നു. അതും പ്രേക്ഷകർക്ക് ഇപ്പോൾ സംശയം ഉളവാക്കുന്ന ഒന്നായി മാറുന്നുണ്ട്. ആദിത്യൻ്റെ മരണസമയത്ത് സുചിത്ര എത്തിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചെത്തുന്നവരും ഒരുപാട് പേരുണ്ട്. പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും സംശയം ഇപ്പോൾ സുചിത്രയും ആദിത്യനും തമ്മിലുള്ള കാര്യങ്ങൾക്ക് തെളിവുകളുണ്ടോ എന്ന് തന്നെയാണ്. ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ഇതിലേക്ക് തുടങ്ങിയതെന്ന് പറയുന്നു. ഏട്ടനെ മുഴുവനായി കുറ്റം പറയാൻ സാധിക്കില്ല. ഒരു അഭിമുഖത്തിലാണ് രോണു ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ചേട്ടനെ കുറച്ച് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരുന്നു. സാമ്പത്തികമായൊക്കെ കുറച്ച് സഹായിച്ചു തുടങ്ങി. ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയത്. അത് ഞങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി. വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. വാനമ്പാടി സീരിയലിലെ നായിക സുചിത്ര നായരായിരുന്നു ആ സ്ത്രീ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് തുറന്നു പറയുന്നത്. ആ സ്ത്രീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അന്നു മുതലാണ് ശരിക്കും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. കുറച്ചുനാൾ മിണ്ടാതിരിക്കേണ്ടി വന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിൽ വഴക്ക് തുടങ്ങി. എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു. സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയത്താണത്. തുടരെ പ്രശ്നങ്ങൾ വന്നതോടെ എന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചു തുടങ്ങി. ഞാൻ പലയിടത്തും പ്രശ്നക്കാരിയായി മാറി. സുചിത്ര നായരെ വിളിച്ച് കുടുംബമില്ലാതാക്കരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവൾക്കെന്ന് നഷ്ടപ്പെടാനാണ്. അവൾക്ക് അവളുടെ ആവശ്യമല്ലേ വലുത്. മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം പോകുന്നതൊന്നും നോക്കില്ല. അവളെയും കുറ്റം പറയാൻ സാധിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പൈസ കൊണ്ടുപോയതല്ലേ എന്ന് രോണി പറയുന്നു. ഇത്തരത്തിൽ ഒരുപാട് തെളിവുകളാണ് രോണ പറയുന്നത്. എനിക്ക് മുന്നിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല. എനിക്കങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ആദിത്യൻ്റെ ഭാര്യ രോണു പറയുന്നത്. ഞാൻ മരിച്ചുപോയ സംവിധായകൻ്റെ ഭാര്യ തന്നെയാണ്. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാലിനടിയിൽ വലിയ മണ്ണൊന്നും പിടിച്ചു നിർത്താൻ പോലും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ സങ്കടമൊക്കെ ഞാൻ പറയുന്നത്. ഇത്രയും നാളും എൻ്റെ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു ഞാൻ. മരണസമയത്ത് പോലും എനിക്കിത് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പലപ്പോഴായി തന്നെ പലരോടും പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ മാനവും നാണക്കേടും ഉള്ളതുകൊണ്ട് ഭയന്നും ഒക്കെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാത്രമേ ഇവർക്ക് പ്രതികരിക്കാൻ സാധിക്കൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.